9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം ദ റേസ്, നിഷ പഞ്ചാബി എഴുതിയ ദ റേസ് എന്ന പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ നിഷ പഞ്ചാബി ഒരു ഇന്ത്യക്കാരിയാണ്, ലക്നൗവിൽ ജീവിക്കുന്ന ഒരു ഫ്രീലാൻസ് റൈറ്ററാണ്. അതോടൊപ്പം തന്നെ ഈ കഥ, നമ്മുടെ ദ റേസ് എന്ന് പറയുന്ന കഥ സ്പോർട്സ് കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയ ഒരു കഥയാണ്. ഇപ്പം നമ്മൾക്കെല്ലാം അറിയാം, ഈ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് എപ്പോഴും 1ാം സ്ഥാനം കിട്ടുന്നവരാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഈ 1ാം സ്ഥാനം കിട്ടുന്നവർ മാത്രമാണോ ഈ പേരിന്, ആ മര്യാദയ്ക്ക്, ആ വിജയത്തിന് അർഹർ? 2ാം സ്ഥാനവും താഴോട്ടും ആ മത്സരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർ ഓരോരുത്തരും വിജയം അറിയിക്കുന്നില്ലേ? പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മനുഷ്യർ എപ്പോഴും 1ാം സ്ഥാനം കിട്ടിയവരെ മാത്രമാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കഥയിലേക്ക് പോവുകയാണ്. ആ കഥയിൽ ഏറ്റവും ഒരു മത്സരത്തിലേക്ക് പോവുകയാണ്. ആ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തരുൺ കപൂർ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രായത്തിൽ, അതായത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരു 10, 13, 14 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചു ചെറുപ്പക്കാരൻ. ആ കുഞ്ഞു സുഹൃത്ത്, അവനെ സമയത്തോളം അവൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നു. ഒരു മീഡിയോക്കർ ഫാമിലി, സാമ്പത്തികമായി വളരെ മെച്ചമല്ല, പഠിക്കാൻ വളരെ മെച്ചമല്ല. അങ്ങനൊരു കുട്ടി തൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ആ ഒരു കഥ നമുക്കൊന്ന് നോക്കാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. ഹിസ് grades could barely satisfy his parents, and he was not a good singer, dancer, painter or even an actor. ബുക്കുള്ളവർ ബുക്കെടുത്ത് ആ ബുക്ക് ഞാൻ വായിക്കുന്ന വരികൾ അതിനെ ശ്രദ്ധിക്കുക, അതല്ലാത്തവർ ഞാൻ വായിക്കുന്നത് കേൾക്കുക. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ വളരെ ആവറേജ് ഒരു കുട്ടിയായിരുന്നു. മീഡിയോക്കർ എന്തല്ലേ, ഒരു സാധാരണ നമ്മൾ ഒരു കുട്ടി. ഹിസ് ഗ്രേഡ്സ് കുഡ് ബാർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ പഠിത്തം അത്ര മികച്ചതൊന്നുമല്ല. അവൻ വാങ്ങിക്കുന്ന മാർക്കുകൾ അവൻ്റെ രക്ഷിതാക്കൾക്ക് യാതൊരു തരത്തിലുള്ള തൃപ്തിയും നൽകുന്നതായിരുന്നില്ല. ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. എന്നാൽ അവൻ നല്ലൊരു പാട്ടുകാരനാണോ? അല്ല. ഡാൻസറാണോ? അല്ല. പെയിൻറ്ററാണോ? അല്ല. ഓർ ഈവൻ എ ഗുഡ് ആക്ടർ. ഒരു നല്ലൊരു ആക്ടർ പോലും അല്ല. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേക വൈഭവമോ നൈപുണ്യമോ ഗുണമോ ഒന്നുമല്ല ഉള്ള ഒരു കുഞ്ഞായിരുന്നില്ല തരുൺ. പഠിക്കാനും അത്ര മെച്ചമല്ല. എന്നാൽ അവൻ്റെ മറ്റ് ഇതര കഴിവുകളുണ്ടോ? അതുമില്ല. ഒരു സാധാരണ കുട്ടി, ഒരു മീഡിയോക്കർ സ്റ്റുഡൻറ്റ്, ആവറേജ് സ്റ്റുഡൻറ്റ്. നമ്മളെയൊക്കെ പോലെ തന്നെ he always thought of himself as the black sheep of the family. അവനെ തന്നെ കാണുന്നത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലിയാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് ഒരു വാച്യാർത്ഥം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അതൊരു ഇഡിയമാണ്, ഒരു ഉപയോഗമാണ്. ആ ഉപയോഗത്തിൽ നമ്മളതിന് കാണേണ്ട അർത്ഥം എന്ന് പറയുന്നത് ആ കൂട്ടത്തിലെ ഒരു കറുത്ത പാട്. അപ്പോൾ അങ്ങനെയാണ് അവനെ തന്നെ കാണുന്നത്. അവനെ കറുത്തതെന്ന് പറയുമ്പോൾ ഒരു മോശമായ വാക്കായിട്ട് അല്ല നമ്മൾ കണക്കാക്കേണ്ടത്. എങ്കിലും ആ ഉപയോഗം അങ്ങനെ വരുന്നത് ഒരു കറുത്ത പാടായിരുന്നു. ആ കുടുംബത്തിലെ ഒരു കറുത്ത പാടായിട്ടാണ് ആര് കാണുന്നത്? അവനെ തന്നെ കാണുന്നത്. ബ്ലാക്ക് ഷീപ്പ് എന്ന് അവനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവനെ തന്നെ അപമാനിക്കുക. സെൽഫ് ഹ്യൂമിലിയേഷനാണ്. സെൽഫ് ഹ്യൂമിലിയേഷൻ ഈസ് എ സിൻ. മഹാത്മാഗാന്ധി പറഞ്ഞതാ. നമ്മളെ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റാരും നമ്മളെ വിശ്വസിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ സംഭവമുണ്ട്. അപ്പൊ ഇവനെ തന്നെ അവനെ തന്നെ ശപിക്കുകയാണ്, അവനെ തന്നെ അപമാനിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവനോട് താരതമ്യം ചെയ്യാൻ കമ്പയർ ചെയ്യാൻ ആ വീട്ടിൽ അവന്റെ ഒരു സഹോദരനുണ്ട് അല്ലേ? ആ സഹോദരൻ എന്താ ചെയ്തത്? ഹിസ് elder brother who was pursuing a degree in an engineering from a reputed college always made the family proud. അത് സഹോദരൻ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പേര് കേട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു എഞ്ചിനീയറിംഗിന് ഒരു വലിയ പേര് കേട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കണം.
അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതണം. ആ എൻട്രൻസിൽ ഉയർന്ന റാങ്കോടുകൂടി പാസ്സായെങ്കിൽ മാത്രമേ ഏറ്റവും ഉയർന്ന ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഈ കുട്ടി സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? അവൻ ആ കുടുംബത്തിലെ ഒരു വലിയ മുത്ത് തന്നെയായിരുന്നു. അവൻ ആ കുടുംബത്തിൽ അഭിമാനമായിരുന്നു. ആൻഡ് ദ ഫാമിലി വാസ് പ്രൗഡ് ഓഫ് ഹിം. അതിന്റെ കോൺട്രറി ആയിട്ട് അതിന്റെ എതിർത്ത് ആ വീട്ടിൽ തന്നെ ഉണ്ട്. തീരെ പഠിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ കരുതുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. തരുന്ന സമയത്തോ അവൻ ഇത് കണക്ക് യാതൊരു കഴിവുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അവൻ പഠിക്കാൻ മെച്ചമാണോ? പഠിക്കാൻ മെച്ചമല്ല. ഹി വാസ് നോട്ട് എ ഗുഡ് ഡാൻസർ, ഹി വാസ് നോട്ട് എ ഗുഡ് ആക്ടർ, ഹി വാസ് നോട്ട് എ ഗുഡ് പെയിന്റർ. അങ്ങനെ യാതൊരു ഗുണവുമില്ല. ഹി വാസ് നോട്ട് ഗുഡ് അറ്റ് സ്റ്റഡീസ്. തന്റെ സഹോദരനോ he was good at studies, he was top in studies, he was pursuing an engineering degree from a reputed college. ഇന്നലെ താരതമ്യം ചെയ്യാൻ ആ വീട്ടിൽ തന്നെ ഒരാള് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോ ഒരു നാണക്കേടോടുകൂടി തന്നെയാണ് ആ കുട്ടി ആ വീട്ടിൽ നിന്നത്. അവനെ തന്നെ കരുതുന്നത് ആസ് എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. However, എന്നിരുന്നാലും he was blessed with the strength of a great athlete. ഇതൊക്കെ ആണെങ്കിലും he was an excellent runner. ആരായിരുന്നു? ഒരു മികച്ച ഓട്ടക്കാരനായിരുന്നു. മനോഹരമായ അതിവേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു കൊച്ചു ചെറുക്കനായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ തരുൺ. അല്ലേ? ഇതൊക്കെ ആയിരുന്നാലും he was blessed. അവൻ അനുഗ്രഹീതനായിരുന്നു. with the strength of an athlete. ഒരു അത്ലറ്റിന് ആവശ്യമായ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കായികാഭ്യാസിക്ക് ആവശ്യമായ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ അതിനുവേണ്ടി അർപ്പിക്കുന്ന ഒരു കഠിനമായ ശാരീരിക അധ്വാനം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അധ്വാനിക്കാൻ തയ്യാറായ താല്പര്യമായ ഒരു എക്സലന്റ് റണ്ണർ ആയിരുന്നു നമ്മുടെ തരുൺ. He would run for hours, be it day or night. രാവിലെ ആയാലും പകലായാലും അവൻ ഓടാറുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ചുമ്മാ ജംഗ്ഷൻ വരെ ഓടുക എന്നുള്ളതല്ല. For hours, മണിക്കൂറോളം. When he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. നമുക്കൊക്കെ എന്തെങ്കിലും വളരെ വികാര വിക്ഷോഭങ്ങൾ, സങ്കടങ്ങൾ, ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സങ്കടം നമ്മൾ ഒഴുക്കിക്കളയും. എങ്ങനെയാ? കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കട്ടിലിൽ കയറി കമഴ്ന്ന് കിടന്നു, പിണങ്ങിയിരുന്നു. ഇവൻ അങ്ങനല്ല. യവൻ അങ്ങനെ ഇത് കണക്കുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ഒറ്റപ്പെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഫ് ഹി എവർ ഫെൽറ്റ് ലോൺലി, ഒറ്റപ്പെടുന്നു എന്ന് തോന്നിപ്പോയാൽ, അവൻ എന്തെങ്കിലും വിഷയത്തിൽ വിഷമം തോന്നിയാൽ ആ വിഷമം മൊത്തം ഇവൻ കഴുകിക്കളയും. എങ്ങനെയാ കഴുകിക്കളയുന്നത്? ഹി വുഡ് റൺ ഫോർ hours. മണിക്കൂറുകൾ എടുത്ത് ഇവൻ ഓടും. ഓടി ഓടി എന്ത് ചെയ്യും? ഹി വുഡ് എക്സോസ്റ്റ് ഹിംസെൽഫ്. അവനെ തന്നെ ക്ഷീണിപ്പിക്കും. ഹി വുഡ് മേക്ക് ഹിംസെൽഫ് ടയേർഡ് by running, thus releasing. അങ്ങനെ അവന്റെ pent-up emotions, അടക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇമോഷൻസും അവൻ കഴുകിക്കളയും. At times he would miss the school bus. ചില സമയത്തോ അവനെ സ്കൂൾ ബസ് വിട്ടു. ബസ്സിന്റെ സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കും. താമസിച്ചു പോകും. ബസ് സമയത്ത് പോകും. And which was 5 and he would run to school, which was 5 miles away from his home. സ്കൂൾ ബസ് വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന് രക്ഷിതാക്കളോട് പിണങ്ങി നിന്ന് എന്നെ സ്കൂളിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാവിനെ കൊണ്ട് ബൈക്കിലോ സ്കൂട്ടറിലോ കാറിലോ കൊണ്ടാക്കിക്കുന്ന പരിപാടിയൊന്നും ഇരിക്കുക. നമ്മളൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ബസ് കിട്ടിയില്ലെങ്കിൽ നേരെ തിരിച്ചെങ്കിൽ വീട്ടിൽ വരും. ഇന്ന് ബസ് കിട്ടി, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഇവനതല്ല. ഇവൻ ആ ജംഗ്ഷനിൽ ബസ് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ജംഗ്ഷനിൽ ഒറ്റ ഓട്ടമാണ് നേരെ ഇങ്ങോട്ട് സ്കൂളിലേക്ക്. ആ സ്കൂൾ എവിടെയാ? വളരെ അടുത്തൊന്നുമില്ല. വിച്ച് വാസ് 5 miles. ആ ജംഗ്ഷൻ 5 മൈൽ ദൂരെയാണ്. 5 miles make 8 kilometers. 8 കിലോമീറ്റർ. നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ, 8 കിലോമീറ്റർ എത്ര ദൂരമുണ്ടെന്ന്. He just had one dream. അവനൊരു ഒറ്റ സ്വപ്നമേ ഉള്ളായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, he considered himself as the black sheep എന്നാ ഞാൻ പറഞ്ഞത്. അവനെ തന്നെ കാണുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും he had just had one dream. അവൻ സ്വപ്നമുണ്ടായിരുന്നു. എന്താ സ്വപ്നം? To become the fastest runner in the world. ഈ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരനാവുക, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവുക. ഈ ലോകത്തിലെ the fastest, സൂപ്പർലേറ്റീവിലാണ് പറഞ്ഞിരിക്കുന്നത്, ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരനാക്കുക അവന്റെ സ്വപ്നമാണ്. സ്വപ്നം കാണാറുണ്ട്. നമുക്കറിയാം, നമ്മളെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം.
അദ്ദേഹം നമ്മളോട് പറഞ്ഞു dare to dream. അതുപോലെ യവനൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അല്ലേ? എന്താ സ്വപ്നം? to become the fastest runner in the world. Tarun did not know how to achieve his dream. സ്വപ്നമൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞ നമുക്ക് dare to dream. എങ്ങനെ ഡ്രീം ചെയ്യാം? സ്വപ്നം കാണുക. ധൈര്യമുണ്ടോ നമുക്ക്? എന്ത് സ്വപ്നം? ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള സ്വപ്നമല്ല, ഉണർന്നിരുന്ന് അതിനു വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറക്കം വരാത്തവണ്ണം നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ത്രാണിയുള്ള സ്വപ്നം. ആ സ്വപ്നത്തെ പിന്തുടരുമ്പോൾ നിങ്ങൾ ഉറക്കം വരരുത്, നിങ്ങൾ അതിന്റെ പിന്നെ ആയിരിക്കണം. ഇവന് സ്വപ്നമുണ്ട്, പക്ഷേ ഈ സ്വപ്നത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന് തന്നെ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഞാൻ ഈ സ്വപ്നം നേടിയെടുക്കുക. കാരണം എന്താ? താരൻ did not know how to achieve his dream. തന്റെ സ്വപ്നം എങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് അവൻ അറിയില്ല. On the one hand, കാരണം his parents hated his running. ഒരു വഴി കൂടെ പറഞ്ഞാൽ അവന്റെ രക്ഷിതാക്കൾക്ക് അവന്റെ ഓട്ടം ഇഷ്ടമല്ല. അവർക്ക് ആവശ്യം പഠിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഓടി മുഷിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി പുസ്തകം എടുക്കാതെ പഠിക്കാതിരിക്കുന്ന ഇവനെ അവർക്ക് ഇഷ്ടമല്ല. They hated his running. അവന്റെ ഓട്ടം അവന് ഇഷ്ടമല്ല. And wanted him to concentrate more on his studies. അവരുടെ ആഗ്രഹം എന്തുവാ? ഇങ്ങനെ ഓടി സമയം കളയാതെ, ഓടി ജീവിതം പാഴാക്കാതെ, കോൺസെൻട്രേറ്റ് മോർ ഓൺ യുവർ സ്റ്റഡീസ്. നിന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുമ്മാ ഓടി ക്ഷീണിക്കാതെ ആ ആരോഗ്യം കൊണ്ട് നീ ഇത് പഠിക്കാൻ നോക്കി കേൾക്കുക. അതാണ് അവരുടെ മനസ്സ്. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു രീതി നോക്കിയാലോ, he belonged to a middle class family. ആ ഒരു ആവറേജ് ഫാമിലിയിലാണ്, ഒരു മധ്യവർഗ കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, തരുണ് കൃത്യമായിട്ട് അറിയാം, ടു അച്ചീവ് ഹിസ് ഡ്രീം, തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ he needed an intensive training. അങ്ങനെ ചുമ്മാ തെക്ക് വടക്ക് ഓടിയിട്ട് കാര്യമില്ല, സങ്കടം വരുമ്പോൾ ഓടിയിട്ട് കാര്യമില്ല, ബസ് കിട്ടാത്തപ്പോൾ സ്കൂൾ വരെ ഓടിയിട്ട് കാര്യമില്ല. പകരം ട്രെയിനിങ് വേണം. അതും എങ്ങനെയുള്ള ട്രെയിനിങ്? അതികഠിനമായ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അതിന് വേണ്ടുന്ന എമൗണ്ട്, തുക എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിന് കയ്യെത്തുന്നതിനപ്പുറമാണ്. കാരണം ഇങ്ങനൊരു ട്രെയിനിങ് വേണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു കോച്ച് വേണം, അങ്ങനെ ഒരു ട്രെയിനിങ് വേണം. അപ്പൊ ആ കോച്ച് വരണമെങ്കിൽ അതിനനുസരിച്ചൊരു ശമ്പളം അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു തുക അതിനുവേണ്ടി ചെലവാകും. പിന്നെ എന്താ പറഞ്ഞത്, റണ്ണിങ് കിറ്റ് വേണം, ഒരു അത്ലറ്റിന്റെ കിറ്റ് വേണം. അങ്ങനെ ചെലവുകൾ അനവധിയാണ്. ഒരു ഡയറ്റ് വേണം, ഒരു ഡയറ്റ് പ്ലാൻ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തന്റെ കുടുംബത്തിന്റെ ശേഷി വെച്ച് ഇത്തരം ഒരു ചെലവ് സഹിക്കാനുള്ള ഒരു സാഹചര്യം തന്റെ കുടുംബത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു കോച്ചിന്റെ കീഴിൽ പരിശീലനം നടക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്ന് അവര് തന്നെ അറിയാം. ഇനി അഥവാ നടന്നാൽ തന്നെ രക്ഷിതാക്കൾക്ക് ഇഷ്ടമല്ല ഈ ഓടുന്നത്. രക്ഷിതാക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ അതിന്റെ ചെലവ് വഹിക്കാനുള്ള ശേഷി തന്റെ കുടുംബത്തിലില്ല. സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ നടക്കും എന്നിവൻ അറിയില്ല. പക്ഷെ എങ്കിലും മനസ്സിൽ ഒരു കുഞ്ഞു ദീപമായി തന്റെ സ്വപ്നം ഇവിടെ കിടപ്പുണ്ട്. എന്താ സ്വപ്നം? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരനാകുക. When Tarun failed in his terminal examination, his father was very angry with him. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്, തന്റെ സ്വപ്നമായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇവന്റെ ടെർമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ഓണപരീക്ഷയോ ക്രിസ്തു പരീക്ഷയോ എന്താന്ന് വെച്ചാൽ ആ ടെർമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ആൻഡ് തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻ. തരുൺ തന്റെ ടെർമിനൽ എക്സാമിനേഷനിൽ പരാജയപ്പെടുകയും ചെയ്തു. ഒന്നോ രണ്ടോ വിഷയത്തിൽ തോറ്റുപോയി. His father was very angry with him. ആ മാർക്ക്, ആ റിപ്പോർട്ട് ഇവൻ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞപ്പോ അച്ഛന് ശരിക്കും ദേഷ്യം വന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം വഴക്ക് പറഞ്ഞു, ഓടാ പോയി ഓട്, അല്ലാതെ പഠിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹം ശരിക്കും വഴക്കറി. നീ നിന്റെ ചേട്ടനെ നോക്ക് അല്ലേ. ഒരിക്കലും കുട്ടികൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് തന്നെ മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ ഈ രക്ഷിതാവ് ചിലപ്പോ ഇവനെ മറ്റേ ചേട്ടനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും. നിന്റെ ക്ലാസ്സിൽ മറ്റ കുട്ടികൾ എത്ര നല്ല മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇവന് സങ്കടം ഉണ്ടായി. His friends too made fun of him. ഇവന്റെ രക്ഷിതാക്കൾ കൂടി ഇവന്റെ സുഹൃത്തുക്കൾ കൂടി ഇവനെ കളിയാക്കി. ആലോചിച്ച് നോക്കണം, സുഹൃത്തുക്കൾ കൂടി കളിയാക്കി എന്ന് പറയുമ്പോ ഇവൻ മേടിച്ച മാർക്ക് എന്തായിരിക്കും? ഇവൻ ചിലപ്പോ 0 മാർക്കായിരിക്കും മേടിച്ചത്. ആ അധ്യാപകൻ ചിലപ്പോ ആ 0-ന് 2 കണ്ണും മൂക്കും ഒക്കെ വെച്ച് ഇവന്റെ പേര് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പേപ്പറിൽ. അപ്പൊ മൊട്ടയായിരിക്കും മേടിച്ചത്, 0 മേടിച്ചത്. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഉത്തരം വരെ ഇവൻ തെറ്റിച്ചിട്ടുണ്ടാവും.
ആ അധ്യാപകൻ ചിലപ്പോൾ ഈ ഉത്തര പേപ്പർ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടാവും. കൂട്ടുകാർ കൂടി, നിന്റെ ഫ്രണ്ട്സ് കൂടി ഇവനെ കളിയാക്കി, ഇവനെ നാണം കെടുത്തി. It was a day he wanted to wipe out from his memory and so he took to running. കൂട്ടുകാരി കളിയാക്കി, അധ്യാപകൻ വഴക്ക് പറഞ്ഞു. പിന്നെയോ വീട്ടിലെത്തിയപ്പോ അച്ഛൻ കഠിനമായി ശകാരിച്ചു. ഇതെല്ലാം ഈ ഒരു ദിവസം did not want to remember the day. He want to wipe out the day from his memory. തന്റെ ഓർമ്മയിൽ നിന്ന് ആ ദിവസം മായ്ച്ചു കളയണം. ഇനി ഒരു ദിവസം വേണം എനിക്ക്, എന്നല്ലേ? അങ്ങനെ ഒരു ദിവസം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് എന്നല്ലേ ഇവൻ വിചാരിച്ചു. കാരണം ഇങ്ങനെ ദിവസം കൊള്ളില്ല. സോ ഹി took to running. അപ്പം നമുക്കറിയാം, ഇവന്റെ സങ്കടം വരുമ്പോ, ഇവന് വിഷമം വരുമ്പോ ഇവൻ ചെയ്യുന്ന എന്താ? താൻ അപ്പോഴേ ചെയ്യും, ഓടാൻ പോകും നേരെ. He ran all around the park. ഇവൻ നേരെ അപ്പോഴേ പുസ്തകം കൊണ്ട് കളഞ്ഞു നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പാർക്കിൽ അവിടെ അടുത്ത് പാർക്കുണ്ട്, പാർക്കിലേക്ക് ഇറങ്ങി. The sun beat down to check his rate. എന്നിട്ട് പാർക്കിന് ചുറ്റും ഓടാൻ തുടങ്ങി. യവന്റെ ദേഷ്യം എത്രമാത്രമുണ്ടോ അതിനൊക്കെ അവന്റെ ദേഷ്യത്തെ പരീക്ഷിക്കുന്ന വണ്ണം സൂര്യന്റെ താപം ഇവന്റെ പുറത്ത് പ്രയോഗിച്ചു. സൂര്യൻ അത്ര ബ്ലേസ് ചെയ്തു ഇവന്റെ പുറത്ത്. The sun beat down to check his rage, but nothing could stop Tarun. അതായത് അവന്റെ ക്ഷോഭം പരീക്ഷിക്കുന്നത് പോലെ സൂര്യൻ അത്ര തപിച്ച്, അത്ര ചൂട്. പക്ഷേ യവൻ ക്ഷീണിച്ചില്ല. ആഫ്റ്റർ അബൌട്ട് an hour, ഒരു മണിക്കൂറോളം ഇവൻ ആ ഗ്രൗണ്ടിന് ചുറ്റും കിടന്നുകൂടി. മനസ്സിലാക്കണം, ഒരു മണിക്കൂറോളം. അവന്റെ അത്ലറ്റ് നിലയ്ക്കുള്ള അവന്റെ സ്ട്രെങ്ത് നോക്കണം. ഒരു മണിക്കൂറോളം ഓടിയിട്ടാണ് ഇവൻ ക്ഷീണിച്ചത്. നമ്മളെ കൂടുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ബസ് പിടിക്കാന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം എന്തുവാ നിങ്ങൾ ആലോചിക്കണം. ഒരു മണിക്കൂറോളം ആഫ്റ്റർ അബൌട്ട് an hour, ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ he was fully exhausted. ആഫ്റ്റർ അബൌട്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോ he was fully പൂർണ്ണമായിട്ട് ക്ഷീണിച്ച്. And his fury having subsided, ഇവന്റെ ദേഷ്യം പൂർണ്ണമായി അടങ്ങിക്കഴിഞ്ഞു എന്ന് പറയപ്പോ he threw himself on a bench and started panting heavily. ഇവൻ fully exhausted ആയപ്പോ, fully tired ആയപ്പോ ഇവന്റെ ദേഷ്യം കുറെയൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്തു, ഒന്ന് ശമിച്ചു, ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ നേരെ വന്ന് പാർക്കിൽ ഒരു ബെഞ്ചിലേക്ക് അങ്ങ് വീണിട്ട് സ്റ്റാർട്ടഡ് പാന്റിങ് ഹെവിലി. അതിശക്തമായി ദീർഘനിശ്വസിക്കാൻ പറ്റും. കാരണം ഇത്രയും ഓടിയതല്ലേ, അത്രമാത്രം അണപ്പ്. ഇവൻ ആ ബെഞ്ചിൽ ചാരിയിരുന്ന് അണയ്ക്കാൻ തുടങ്ങി. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് ഒരു ശബ്ദം. എവിടെയാ? തന്റെ എൽബോ, അത് തന്റെ എന്താ പറയുന്നത്, മുട്ടിന്റെ സൈഡിലായിട്ട്. കാരണം ഇവൻ തളർന്നിങ്ങനെ വീട് ആ ബെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുക. അപ്പോഴാണ് ഒരു ശബ്ദം. വാട്ട് ഇസ് ഇറ്റ് സൺ? എന്താ മോനെ കാര്യം? എന്താ മോനെ പ്രശ്നം? കാരണം അത്ര തീവ്രമായി ആയിക്കുക. താരൻ ടോൾഡ് ടു ഹിസ് ലെഫ്റ്റ്. താരൻ തന്റെ ഇടതു ഭാഗത്തേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി. ആൻഡ് there sat a man of about 60. ഏകദേശം 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. ആ മനുഷ്യനിൽ നിന്നാണ് ഈ ശബ്ദം വന്നത്. വാട്ട് ഇസ് ഇറ്റ് സൺ? എന്താ മോനെ കാര്യം? എന്താ മോനെ പ്രശ്നം? സ്വാഭാവികമായി കൊച്ചുകുട്ടി തന്നെ നിഷ്കളങ്കതയിൽ അവന്റെ വിഷമം അദ്ദേഹത്തോട് പറഞ്ഞു. I failed in 2 subjects. He replied in a depressed tone. വളരെ നിരാശമായി, വളരെ സങ്കടത്തോടുകൂടി, വളരെ നിരാശയോടുകൂടി അവൻ പറഞ്ഞു, ഞാൻ 2 വിഷയത്തിൽ ഞാൻ തോറ്റു. ആ സങ്കടം കൂടാ. The man smiled sympathetically. ഈ 60 വയസ്സുള്ള ഈ മനുഷ്യൻ, ഈ ലോകമേറെ കണ്ട ഈ മനുഷ്യൻ, ഈ വളരെ പ്രാക്ടിക്കലായി ജീവിതം കണ്ടുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം വളരെ സഹതാപത്തോടുകൂടി കുഞ്ഞിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ജീവിതം എന്താണ്? അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും മകനെ. വളരെ സൈക്കോളജിക്കലായിട്ട് അദ്ദേഹം ആ കുഞ്ഞിനോട് ഉപദേശിച്ചു. അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു. ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവും. ഫോർ എവറി അപ്സ് there will be downs. ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ച ഉണ്ടാവും, താഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവും. അതല്ലേ ലൈഫ്, ജീവിതം അങ്ങനെയാണ്, ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ബൈ ദ വേ, പിന്നെ ഞാൻ മോനെ പരിചയപ്പെടുത്താം. ഞാൻ ആരാണ്? ഐ ആം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ ആരാണ്? രാം നാരായൺ ആണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടക്കാരിൽ ഒരാളാണ് നീ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടക്കാരിൽ, ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ.
എന്നല്ലേ ആര് പറഞ്ഞു? ഈ രാംനാരായൺ സ്വയം പരിചയപ്പെടുത്തിയ ആ 60 വയസ്സുകാരനായ മനുഷ്യൻ പറഞ്ഞു എന്താണ്? യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. രാംനാരായൺ ചോദിച്ചു, രാംനാരായൺ പെട്ടെന്ന് രാംനാരായൺ ഈ പേര് എനിക്കറിയാം എന്നല്ലേ, വിറച്ചുപോയി ശബ്ദം. രാംനാരായൺ, are you the same Ramnarayan who won an Olympic medal in 400 meters race in the 1960s? 1960s 1960കളിൽ ഓട്ട മത്സരത്തിൽ ഒളിമ്പിക് മത്സരം സമ്മാനം കിട്ടിയ അതേ രാംനാരായണനാണോ താങ്കൾ? പേര് കേട്ട് കഴിഞ്ഞപ്പോ സത്യത്തിൽ ചെറുക്കന്റെ പെരുവിരലിൽ നിന്ന് ഒരു വിറയിലാക്കി എറിയത്. ഈ പേര് കേട്ടിട്ടുണ്ട്, യവൻ അറിയാവുന്ന ഒരു രാംനാരായൺ ഉണ്ട്. ധാരാ 1960കളിൽ ഒളിമ്പിക് മെഡൽ കിട്ടിയ, ഓട്ടത്തിന് ഒളിമ്പിക് മെഡൽ കിട്ടിയ രാംനാരായൺ. അന്നൊരാളിനെ അറിയാം. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. അന്നത്തെ കാലം എന്ന് പറയുന്നത് ടി വി നമുക്കറിയാലോ, അല്ലേ? ടി വി ഇല്ല, പിന്നെ ആകെ വല്ല പത്രങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ പേരൊന്ന് കേട്ടത്. ഇന്നായിരുന്നെങ്കിൽ നമുക്ക് ആളിനെ അറിയാം, നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ അറിയാം, കപിൽ ദേവിനെ അറിയാം, അല്ലേ? അപ്പൊ അങ്ങനെ ആ കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? ആ ലോകത്തിലെ മികച്ച അത്ലറ്റ്സ് നമുക്കറിയാം, ക്രിക്കറ്റേഴ്സിനെ അറിയാം, ഫുട്ബോളേഴ്സിനെ അറിയാം, സിനിമാ താരങ്ങളെ അറിയാം. അതെ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ അറിയാത്തുള്ളൂ. ഇങ്ങനെ ഒരു രാംനാരായൺ ഉണ്ട് 1960. ഇവനെന്തുകൊണ്ടാണ് രാംനാരായണനെ ഫോളോ ചെയ്യുന്നത്? ഇവനെന്തുകൊണ്ടാ പേരറിയാവുന്നത്? കാരണം ഇവന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ലോകത്തിലെ ഏറ്റവും മികച്ച റണ്ണർമാരിൽ ഒരാളാകുക. അങ്ങനെ ആ സ്വപ്നത്തിന് മുമ്പേ പോയ ഒരാളാണ് ആരാ? രാംനാരായൺ. അപ്പൊ രാംനാരായണനെ അറിയാം. 1960 ഈ ഒളിമ്പിക് മെഡൽ നേടിയ ഒരു മനുഷ്യനാണ് ആരാ? രാംനാരായൺ. അതേ രാംനാരായൺ ആണോ തന്റെ അരികിൽ ഇരിക്കുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടായപ്പോ ഇവർ ശബ്ദം വരെ വിറച്ചുപോയി. തരുൺ could not hide his excitement. തന്റെ ഉത്സാഹം അടക്കാൻ കഴിയില്ല. അത് രാംനാരായൺ തന്നെയാണ്. യെസ്, that came the right reply. ഉടൻ മറുപടി വന്നു, യെസ്, ഞാൻ തന്നെയാണ്. തരുൺ was dazzled. തന്റെ തലവിട്ട് നടന്നു. രാംനാരായൺ ലോകമറിയുന്നു. രാംനാരായൺ തന്റെ ഒരു ഹീറോ, തന്റെ ഒരു സൂപ്പർ മോഡൽ തന്റെ അരികിൽ ചെയ്യുന്നു. ഞെട്ടി വിറച്ചുപോയി രാംനാരായൺ. അത്ഭുതത്തോടുകൂടി തരുൺ കേട്ടോണ്ടിരുന്നു. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. കണ്യൂട്ട് രാംനാരായൺ. പെട്ടെന്ന് മറുപടി വന്നു, എന്നല്ലേ, ഞാൻ രാംനാരായൺ. ഈ തരുണ സമയത്തോളം ഈ സ്വർഗത്തിലാണോ എവിടെ ഞാൻ നിൽക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് പോലും അവനില്ലാതായി. ഹി വാസ് ഡാസിൽഡ്. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. കണ്യൂട്ട് രാംനാരായൺ. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലേ, ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ കുറേ പാർക്ക് ബെഞ്ച് വെച്ച് പറഞ്ഞ സ്വല്പം നേരത്തെ പറഞ്ഞ എന്തുവാണ്? ഞാൻ നിന്നിൽ ഏറ്റവും മികച്ച ഒരു ഓട്ടക്കാരനെ കാണുന്നു. അതുപോലെ ഇപ്പോൾ രാംനാരായൺ പറഞ്ഞു, ഞാൻ നിന്നിൽ ഒരു വലിയ ഭാവി കാണുന്നു. എന്താ ഒരു ഭാവി? യു ആർ ദ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഇൻ ദ വേൾഡ്. ഐ ഹവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. ഞാൻ കഴിഞ്ഞ 45 മിനിറ്റായിട്ട് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഐ സീ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ യു. ഒരു ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. നിന്നൊരു വലിയ ഭാവി ഞാൻ കാണുന്നു. എന്താ ഭാവി? യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഇൻ ദ വേൾഡ്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ഇത് കേട്ട് ആയിരുന്ന ഈ വാക്കുകൾ വരുന്നത് തരുൺ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു സൂപ്പർ മോഡൽ രാംനാരായണിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് അതിന് ആ ഒരു ചമ്മൽ പോലെ ഒരു അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തം. ഓൾ യു നീഡ് ഈസ് ടു കീപ് ദറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. ആകെ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വികാരം, ആ ഒരു ജ്വാല നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി ജ്വലിക്കണം. എന്നല്ലേ, ആ ഒരു വെട്ടം അതൊരിക്കലും അണയാതെ നീ സൂക്ഷിക്കണം. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ എന്ന് ചോദിച്ചു. നീ വല്ല ട്രെയിനിങ് സ്കൂളിലും ജോയിൻ ചെയ്തു? അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശം, അതായത് നിനക്ക് നല്ല ഭാവിയുണ്ട്. യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഒറ്റ കാര്യം മാത്രം നീ ചെയ്താൽ മതി. അതെന്താ ചെയ്യേണ്ടത്? അതായത് ഒരു കാരണവശാലും നിൻ്റെ ഉള്ളിലുള്ള ആ ജ്വാല അണയാതെ സൂക്ഷിക്കണം. അതിങ്ങനെ അങ്ങനെ കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കണം. അതണയരുത്. നിൻ്റെ ആ ഡ്രീം അതിങ്ങനെ ഉയരത്തിൽ നിൽക്കട്ടെ.
എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തോ? തരുൺ സ്മൈൽ ഫെയ്ഡഡ്. അവൻ്റെ ആ പുഞ്ചിരി എന്താ പറഞ്ഞത്, അത് കൊഴിഞ്ഞു, അത് മങ്ങി. നിങ്ങൾക്കറിയാമല്ലോ മങ്ങിയ കാരണം എന്താണെന്ന്. ഇവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവനുള്ള 2 ബുദ്ധിമുട്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. 1, അവൻ്റെ വീട്ടുകാർക്ക് അവൻ ഓടുന്നത് ഇഷ്ടമല്ല. 2, അവനൊരു ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് ക്യാമ്പിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി അവനില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ തരുണിൻ്റെ ചിരി മങ്ങി. ഹീ സീം ഡിസ്ട്രോട്ട്. അവൻ അസ്വസ്ഥനായി. A training school is very expensive, sir, and I am unemployed. എന്നിട്ട് അവൻ കൊടുത്ത മറുപടി, ട്രെയിനിങ് സ്കൂൾ സർ ഈസ് വെരി എക്സ്പെൻസീവ്, വളരെ ചിലവേറിയതാണ്. കൂടെ ആഡ് ചെയ്തു, ഐ ആം അൺഎംപ്ലോയിഡ്. ഒരു ചെറിയൊരു തമാശ പോലെ അല്ലേ? ഇത്രയും ഗൗരവമായ കാര്യം സംസാരിക്കുമ്പോഴും ഇത്രയും സങ്കടകരം, ഇവൻ്റെ മനസ്സിൽ സങ്കടമുണ്ടേ. എന്നിട്ട് പോലും അവനൊരു കുഞ്ഞു തമാശ പോലെ പറഞ്ഞു, 13 വയസ്സുള്ള കുട്ടിയാണേ, എന്താ പറയുക, ഞാൻ തൊഴിൽ രഹിതനല്ലേ സർ, എനിക്ക് ഇവിടുന്ന് ആ പൈസ എന്നല്ലേ. ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലവുള്ള പരിപാടിയല്ലേ. തരുൺ ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ്. അവന് സന്തോഷം തോന്നിയിടാ, ഇത്രയും എന്താ പറയുക സങ്കടകരമായ സർക്കംസ്റ്റൻസസിലും സാഹചര്യങ്ങളിലും എനിക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് തമാശ പറയാൻ കഴിയുന്നുണ്ടല്ലോ. ബട്ട് രാംനാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. പക്ഷേ നമ്മുടെ തരുൺ കണ്ട ഒരു നിസ്സാരതയല്ല രാംനാരായൺ കണ്ടത്. രാംനാരായൺ വളരെ ഗൗരവത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ ഗൗരവത്തോട് പറഞ്ഞു, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. അല്ലേ, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഞാൻ നിൻ്റെ മുമ്പ് നിനക്ക് വേണമെങ്കിൽ ഞാൻ ട്രെയിനിങ് തരാം. ആരാ പറയുന്നത്? ദ ഗ്രേറ്റ് ആൻഡ് ഫേമസ് രാംനാരായൺ പറയുന്നു, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ട്രെയിനിങ് തരാം, ബട്ട് വൺ കണ്ടീഷൻ. വാട്ട്സ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ തരുണുണ്ടായ ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി എന്തായിരിക്കും? അതായത് പറയുന്നത് ആരാ? രാംനാരായൺ പറയാം, ഞാൻ നിനക്ക് ട്രെയിനിങ് തരാമെന്ന്. ചെറിയ കാര്യമോ? ഈ രാംനാരായൺ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു ബിംബം നേരിട്ട് ഇവനോട് പറയുന്നു, ഐ വിൽ ഗിവ് യു ട്രെയിനിങ് ഓൺ വൺ കണ്ടീഷൻ. ഒരൊറ്റ വ്യവസ്ഥ. സ്വാഭാവികമായിട്ടും നമ്മുടെ തരുണിൻ്റെ മനസ്സിനകത്തുണ്ടായ ആകാംക്ഷയുടെ അളവ് നിങ്ങളൊന്ന് ആലോചിക്കണം. വെപ്രാളപ്പെട്ടവൻ ചോദിച്ചു, എന്താ കണ്ടീഷൻ? വാട്ട്സ് യുവർ കണ്ടീഷൻ? ദെയർ ഇസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻസ് ഡേ അന്ന്, എന്നാ ചിൽഡ്രൻസ് ഡേ? നവംബർ 14. നവംബർ 14 ചിൽഡ്രൻസ് ഡേ, ശിശുദിനത്തിൻ്റെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ദേ. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അതിൽ മത്സരിക്കുന്നു. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദറ്റ് റേസ്, നീ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ, ഐ പ്രോമിസ്, ഞാൻ വാക്ക് തരുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് രാംനാരായൺ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങാം. ഒറ്റ കണ്ടീഷൻ, ഇഫ് യു വിൻ ദറ്റ് റേസ്. വിച്ച് റേസ്? അതായത് നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ നവംബർ 14 ചിൽഡ്രൻസ് ഡേ അന്ന് നെഹ്റു പാർക്കിൽ വെച്ച് നടക്കുന്ന മത്സരം, ആ മത്സരത്തിൽ നിന്റെ പ്രായത്തിലുള്ള കുട്ടികളോടൊത്ത് മത്സരിച്ച് ഇഫ് യു വിൻ, നീ ജയിച്ചാൽ, കണ്ടീഷനാണേ, ഇഫ് യു വിൻ, ജയിച്ചാൽ, ഐ വിൽ ട്രെയിൻ യു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിനക്ക് പരിശീലനം നൽകാം. കണ്ടീഷണൽ ക്ലോസാ ഇതല്ലേ? കണ്ടീഷണൽ ക്ലോസാ, പ്രസന്റ് ടെൻസിലെ കണ്ടീഷൻ ക്ലോസ്. ഇഫ് യു വിൻ ദ റേസ്, ഐ വിൽ ട്രെയിൻ യു. അതിൻ്റെ ഗ്രാമർ ഭാഗം നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചേക്കേ. ഒരു കണ്ടീഷൻ ക്ലോസ്. ഇഫ് അല്ലേ, ഇഫ് ഇറ്റ് റെയിൻസ് നൗ, ഐ വിൽ ഗെറ്റ് വെറ്റ്. കണ്ടോ, ഒരു കണ്ടീഷനാണ്. ഇപ്പം മഴ പെയ്താൽ ഞാൻ നനയും. അതുപോലെ നീ വിജയിച്ചാൽ, ഐ വിൽ ട്രെയിൻ യു. ദാറ്റ്സ് നോ ബിഗ് ഡീൽ. അതൊരു വലിയ കാര്യമൊന്നുമല്ലല്ലോ. എനിക്കറിയാലോ, രാംനാരായൺ സങ്കടം വന്നാൽ ഓടുന്ന രാംനാരായൺ, ഡേ ആൻഡ് നൈറ്റ് ഓടുന്ന രാംനാരായൺ, ബസ് മിസ് ചെയ്താൽ 5 മൈൽ അപ്പുറം 8 കിലോമീറ്ററോളം ഓടുന്ന രാംനാരായൺ. സോറി, രാംനാരായൺ അല്ല, തരുൺ എന്നല്ലേ? 8 കിലോമീറ്ററോളം ഓടുന്ന തരുൺ, മഴ എന്താ പറയുക, ഡേ ആൻഡ് നൈറ്റ് ഓടുന്ന തരുൺ. ഓടുക എന്ന് പറയുന്ന തരുണിനെ സമയത്തുള്ളൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ തരുൺ പറഞ്ഞു, ദാറ്റ്സ് നോ ബിഗ് ഡീൽ. അതൊരു വലിയ കാര്യമല്ലല്ലോ. ഐ ക്യാൻ ഡു ഇറ്റ്, കാണ്ട് ഐ? എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റത്തില്ലയോ? ആരോട് തന്നെ ചോദിക്കുക? രാംനാരായണനോട് ചോദിക്കുക, അല്ലെങ്കിൽ തന്നോട് തന്നെ ചോദിക്കുക. പറ്റത്തില്ലയോ? തോട്ട് തരുൺ,
I will, sir. He heard himself saying with complete conviction. പൂർണ്ണമായ കൺവിക്ഷനോടുകൂടി, ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി, പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷനോടുകൂടി അവൻ പറയുന്നു, I will, sir, I will. എനിക്കത് ചെയ്യാൻ പറ്റും. കാരണം അവൻ അത്ര വിശ്വാസമുണ്ട്. അവൻ ഇഷ്ടം പോലെ ഓടുന്ന ഒരാളാണ്. അതും അതിവേഗത്തിൽ ഓടുന്നതാണ്. മണിക്കൂറുകളോളം ഓടിയാൽ ക്ഷീണിക്കാത്തൊരുത്തനവൻ. അതുകൊണ്ട് തന്നെ നെഹ്റു പാർക്കിൽ നടക്കുന്ന മത്സരത്തിൽ താൻ ജയിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഇവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ രാംനാരായൺ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചപ്പോൾ, ഇഫ് യു വിൻ ഐ വിൽ ട്രെയിൻ യു, ഇവൻ ഉറപ്പായിരുന്നു. അവൻ ഉറപ്പിച്ചു പറഞ്ഞു, വിശ്വാസത്തോടെ പറഞ്ഞു, ഐ വിൽ സോ ഐ വിൽ. ഫൈൻ ബോയ്, ഓക്കെ ദെൻ. ആര് പറഞ്ഞു? രാംനാരായൺ. ഓക്കെ, ഇറ്റ്സ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യോഴ്സ് ടു വിൻ ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി. കാരണം മത്സരത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച് നിന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയും. ആൻഡ് റിമെമ്പർ, ഓർക്കുക, യുവേഴ്സ് ഇസ് ടു വിൻ. നിൻ്റെതെന്താ? ജയിക്കുക. ടെൽ മീ വാട്ട്സ് യുവർ നെയിം. ശരി, ഓക്കെ, പറ. ഇപ്പോഴാണ് രാംനാരായൺ അങ്ങോട്ട് കുട്ടിയോട് ചോദിക്കുന്നത്, ടെൽ മീ വാട്ട്സ് യുവർ നെയിം. ആസ് രാംനാരായൺ. ഇവൻ വിക്കി പറഞ്ഞു, തരുൺ കപൂർ സർ. അവൻ്റെ പേര് പറഞ്ഞു, തരുൺ സർ, തരുൺ കപൂർ. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓക്കെ ദെൻ. അല്ലേ, ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് ആഫ്റ്റർ 5 days, 5 ദിവസം കഴിഞ്ഞ് വി വിൽ മീറ്റ് അഗെയിൻ. നമ്മൾ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടും. എന്തിനാ? ഐ വിൽ ദെൻ ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അന്നേരം 5 ദിവസത്തിന് ശേഷം ഇവിടെ വെച്ച് നിനക്ക് ഞാൻ നിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ്, ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അഡ്മിഷൻ കാർഡ് തരും. എന്നിട്ട് അദ്ദേഹം ഒരു അനുഗ്രഹവും കൂടെ പറഞ്ഞ്, ഓൾ ദ ബെസ്റ്റ് കൂടെ പറഞ്ഞ് അദ്ദേഹം നടന്നു മാറി. സെറ്റ് രാംനാരായൺ ലെഫ്റ്റ്. അദ്ദേഹം പോയി. ഓൺ ദ വേ ഹോം, തിരികെ വീട്ടിലേക്ക് നമ്മുടെ തരുൺ നടക്കുമ്പോൾ തരുൺ ചിന്തിച്ചു, ദാറ്റ് വീണ്ടും ഒരു കണ്ടീഷൻ ക്ലോസ് വരുന്നു. നോക്കിയേ, ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം ഹി വുഡന്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവന് കിട്ടിയത് എങ്ങനെയാണ്? അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ട്. നോർത്ത് നോക്കിയേ, മാർക്ക് കുറഞ്ഞതുകൊണ്ട്, അധ്യാപകൻ വഴക്ക് പറഞ്ഞതുകൊണ്ട്, കൂട്ടുകാർ കളിയാക്കിയതുകൊണ്ട്, വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ കഠിനമായി വഴക്ക് പറഞ്ഞതുകൊണ്ട് സങ്കടം തോന്നി. ആ ദിവസം ഒരു വൃത്തികെട്ട ദിവസം, ദ മോസ്റ്റ് ഹേറ്റഡ് ഡേ. ആ ദിവസം ഇനി വേണ്ട. ഹി വോണ്ട് ടു വൈപ്പ് ഇറ്റ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് വിചാരിച്ച ആ ദിവസം, ആ സങ്കടം ഒഴുക്കി തീർക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി 1 മണിക്കൂറോളം ഓടിയ ആ ദിവസത്തിൻ്റെ അവസാനം ഇവൻ തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ആശ്വാസം എന്തുവാണ്? അതായത് നവംബർ 14 ഞാൻ മത്സരിച്ച് ജയിച്ചാൽ ഐ വിൽ ഗെറ്റ് ട്രെയിനിങ്. ഒരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ച ട്രെയിനിങ് എനിക്ക് കിട്ടാൻ പോകുന്നു. ആൻഡ് ആരായിരിക്കും എൻ്റെ കോച്ച്? രാംനാരായൺ, ദ ഫേമസ് രാംനാരായൺ, ഹൂ വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 1960 ഒളിമ്പിക് കോമ്പറ്റീഷൻ, റണ്ണിങ് കോമ്പറ്റീഷൻ. 1960 കോമ്പറ്റീഷനിൽ മെഡൽ നേടിയ രാംനാരായൺ തനിക്ക് നേരിട്ട് ട്രെയിനിങ് തരാൻ പോകുന്നു. ആലോചിച്ചുകൊണ്ട് ഒരു ദിവസം മാറുന്ന മാറ്റം, ഒരു ദിവസം തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നത് വളരെ നിരാശനായി തോറ്റ മാർക്കുമായിട്ട് വരുന്ന തരുൺ, തിരികെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയ വഴക്കിനകത്ത് സങ്കടപ്പെട്ട തരുൺ ശരി 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: ഇഫ് മൈ ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് മീ, എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ I wouldn't have got this opportunity. ഈ അവസരം എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പല ദിവസങ്ങളും ഇങ്ങനല്ലേ? അപ്പോൾ ചിന്തിക്കുക.